മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം നവവധു ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കല്യാണം കഴിഞ്ഞ് 20 ദിവസം കഴിഞ്ഞ് വിദേശത്ത് പോയതിനു ശേഷമാണ് വധുവിൻ്റെ നിറം പ്രശ്നമാണെന്ന് ഭർത്താവ് അബ്ദുൽ വാഹിദ് വിളിച്ചു പറഞ്ഞതെന്ന് ഷഹാനയുടെ ബന്ധുവായ അബ്ദുസലാം ഒരു ചാനലിനോട് വെളിപ്പെടുത്തി. നിറത്തിന്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കവയ്യാതെയാണ് കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് ആത്മഹത്യ ചെയ്തതെന്നാണ് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പറയുന്നത്. ഇന്നലെ 10 മണിയോടെയാണ് മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ ഷഹാനയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഷഹാനയുടെ നിറം കുറവാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് ഭർത്താവ് നിരന്തരം മാനസികമായി ഉപദ്രവിച്ചെന്നും ഷഹാനയുടെ കുടുംബം പരാതിയിൽ പറയുന്നുണ്ട്. 20 ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ, എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ചു തൂങ്ങുന്നതെന്നും വേറെ ഭർത്താവിനെ കിട്ടില്ലേ എന്നും പെൺകുട്ടിയോട് ഭർത്തൃമാതാവ് ചോദിച്ചു. കുറേ ദിവസം വിളിക്കാതിരിക്കുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കി. ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് ഒരു 150 തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നു. ബന്ധു ഇങ്ങനെയാണ് ആരോപിക്കുന്നത്. 2024 മെയ് 27 ഇരുവരുടെയും വിവാഹം. കുടുംബത്തിൻ്റെ പരാതിയിൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഷഹാനക്ക് നിറം കുറവാണെന്ന് പറഞ്ഞ് വാഹിദ് കുറ്റപ്പെടുത്തിയിരുന്നുവെന്നും മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. നിറത്തിന്റെ പേരിൽ വാഹിദ് നടത്തുന്ന കുറ്റപ്പെടുത്തലുകൾക്ക് വാഹിദിന്റെ രക്ഷിതാക്കളും പിന്തുണ നൽകിയെന്നാണ് യുവതിയുടെ കുടുംബം ആരോപിക്കുന്നത്. നിറത്തിന്റെ പേരിൽ വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിച്ചുവെന്നും ഷഹാനയുടെ കുടുംബം പറയുന്നുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. എന്നാൽ കുടുംബത്തിന്റെ പരാതി അന്വേഷിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും കൊണ്ടോട്ടി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഷഹാന മുംതാസിനെ വീട്ടിലെ മുറിക്കുള്ളിൽ സീലിംഗിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊണ്ടോട്ടി ഗവൺമെന്റ് കോളേജിൽ ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയാണ് ഷഹാന. Don't worry money, ഉണ്ടെന്നീ മണി ഈസിയായി നേടൂ വള്ളുവനാട് ഈസി മണി. ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും.